മനസ്സിലാവും ന്യൂട്ടൻ്റെ 3 ലോസ് ഉണ്ട്. ഒന്നാമത്തെ ലോ ആണ് ന്യൂട്ടൻസ് ഫസ്റ്റ് ലോ. ന്യൂട്ടൻസ് ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ every body continues in state of rest or uniform motion unless it is acted upon by an external force. അതായത് ഏതൊരു ബോഡി ആണെങ്കിലും അത് റെസ്റ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ യൂണിഫോം മോഷനിലോ ആണെങ്കിൽ അത് അതേപടി തന്നെ കണ്ടിന്യൂ ചെയ്യും. അതൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ലോ ഓഫ് ഇനർഷ്യയും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അതേപോലെ സെക്കൻഡ് ലോ ഉണ്ട്. സെക്കൻഡ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഫോഴ്സ് അപ്ലൈഡ് ഓൺ. അതായത് മൊമെന്റത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച്, മൊമെന്റം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പി ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതേപോലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡി പി ബൈ ഡി ടി റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഡി പി ബൈ ഡി ടി പ്രൊപ്പോർഷണൽ ടു എഫ് എന്ന് പറയും. ലോ വെച്ചിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ മൊമെന്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് പി ആയിട്ടാണ്. മൊമെന്റം ഈസ് റെപ്രസെന്റഡ് ബൈ പി ആൻഡ് ഫോഴ്സ് ഈസ് റെപ്രസെന്റഡ് ബൈ എഫ്. നമ്മൾ എഫ് ഈസ് ഈക്വൽ ടു dp by dt. Now the rate of change of momentum is equal to force. F is equal to dp by dt. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം. That is F into T is equal to dp. F into T is equal to dp എന്ന് എഴുതാം. F into T എന്ന് പറഞ്ഞാൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് വിളിക്കും. അതുപോലെ ഇതിനെ വിളിക്കുന്നതാണ് ചേഞ്ച് ഇൻ മൊമെന്റം. ചേഞ്ച് ഇൻ മൊമെന്റം. ഇനി അതേപോലെ തന്നെ ഈ പി നമുക്ക് ഇങ്ങനെ എഴുതാം. P is equal to m into v. That is momentum can be represented as the product of mass and velocity. And change in momentum is equal to change in momentum എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുന്നത് dp എന്നാണ്. അപ്പം ഉദാഹരണത്തിന് u എന്ന് പറയുന്നതാണ് ഇനിഷ്യൽ വെലോസിറ്റിയും v എന്ന് പറയുന്ന ഫൈനൽ വെലോസിറ്റി ആണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് mv minus mu എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. mv minus mu, അതായത് ഫൈനൽ വെലോസിറ്റി ഇൻറ്റു മാസ് മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഇൻറ്റു മാസ് എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻസ് ആണ് ഇതൊക്കെ. ഇതിനകത്ത് പിന്നെ ഒരു കാര്യം, നമ്മൾ ഫോഴ്സ് സാധാരണ നമ്മൾ പഠിച്ചേക്കുന്ന ഇക്വേഷൻസ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ദാറ്റ് ഈസ് F is equal to mass into acceleration, that is m into a എന്ന് പറയാം. ഇനി ഇതിനകത്ത് പഠിക്കാനുള്ള നെക്സ്റ്റ് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഈ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. അത് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് v is equal to u plus at. v is equal to u plus at ഒരു ഇക്വേഷൻ ആണ്. നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് v square is equal to u square plus 2as. v square is equal to u square plus 2as എന്ന് പറയും. അതേപോലെ s is equal to ut plus half at square. ഈ 3 ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. ഇതിനകത്ത് v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആണ്, u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി ആണ്, a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ആണ്, t is the time taken. സോ ഓരോ ഇക്വേഷൻസിലും ഓരോ ടേംസ് അതേപോലെയാണ് വരുന്നത്. ഇവിടെ ഒരു s എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ഇനി ഇത്ര ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. കുറച്ച് സെറ്റ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് പ്രോബ്ലംസിലേക്ക് കടക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എ കോൺസ്റ്റന്റ് റിട്ടാർഡിംഗ് ഫോഴ്സ് ഓഫ് 80 Newton is applied to a body of mass 50 kg which is moving initially with a speed of 20 meter per second. What would be the time required by the body to come to rest? അതായത് ഒരു കോൺസ്റ്റന്റ് റിട്ടാർഡിംഗ് ഫോഴ്സ്, കുറഞ്ഞു വരുന്ന ഒരു ഫോഴ്സ് ആണ് 80 Newton is applied to a body. ഒരു ബോഡി ഓഫ് മാസ് ഏകദേശം 50 കിലോഗ്രാം ഉള്ള ഒരു ബോഡിയിലേക്ക് ഒരു കോൺസ്റ്റന്റ് റിട്ടാർഡിംഗ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അത് മൂവ് ചെയ്യുന്നത് അതിന്റെ സ്പീഡ് കാണിച്ചിട്ട് തന്നിട്ടുണ്ട് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര സമയം എടുക്കും അത് റെസ്റ്റിലേക്ക് വരാനെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് 15 സെക്കൻഡ്, 14 സെക്കൻഡ്, 12.5 സെക്കൻഡ്, 10 സെക്കൻഡ്. നമുക്ക് ചെയ്യുന്നത് നേരത്തെ കുറച്ച് ഇക്വേഷൻസ് പറഞ്ഞു വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് ആദ്യം നമുക്ക് തന്നേക്കുന്ന ഫോഴ്സ് ഉണ്ട് 80 ന്യൂട്ടൺ, റിട്ടാർഡിംഗ് ഫോഴ്സ് ആണ്, അതായത് കുറഞ്ഞു വരികയാണ്. സോ ഇറ്റ് ഈസ് നെഗറ്റീവ് ആണ്. ആക്സിലറേഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ ഉണ്ട് a is equal to f by m, അല്ലെങ്കിൽ f is equal to ma ആണ്. സോ a is equal to f by m. അതായത് f എന്ന് പറയുന്നത് 80 ആണ്. 80 ഡിവൈഡഡ് ബൈ മാസ് നമ്മൾ കൊടുക്കുന്നത് 50 kg ആണ്. സോ നമുക്ക് വാല്യൂ കിട്ടും 1.6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതെന്ന് പറയുന്നത് റിട്ടാർഡിംഗ് ഫോഴ്സ് ആയതാണ്. ഇത് നമുക്കൊരു നെഗറ്റീവ് ആണ് ഇതിനകത്ത് വരുന്നത് 1.6 എന്ന് പറയുന്നത്.
ഇനി നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. റെസ്റ്റിലേക്ക് വരാൻ നേരത്ത് എത്ര സമയം കൊണ്ട് ഇത് റെസ്റ്റിലേക്ക് വരുന്നു, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഇന്നത്തെ തന്നേക്കുന്ന വാല്യൂസ് ഒക്കെ ആദ്യം എഴുതുന്നു. ഫസ്റ്റ് ഇനീഷ്യൽ വെലോസിറ്റി, അതായത് 20 m/s. ബോഡി ആദ്യം മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് 20 m/s. അതിനെ യു എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇനി ഏറ്റവും അവസാനം ഈ ബോഡി റെസ്റ്റിലേക്കാണ് വരുന്നത്, അതുകൊണ്ട് ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ടൈം കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഇക്വേഷൻ ഉണ്ട്, v = u + at. ഇതിനകത്തേക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വിയുടെ വാല്യൂ 0 ആണ്, യുവിന്റെ വാല്യൂ 20. ഇവിടെ മൈനസ് വരാൻ കാരണം റിട്ടാർഡിംഗ് ഫോഴ്സ് ആണ്. സോ എ എന്ന് പറയുന്നത് റിട്ടാർഡേഷൻ ആണ്, അതുകൊണ്ട് -1.6 ആണ് നമ്മൾ എടുക്കുന്നത് ഇൻറ്റു ടി. ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ t = 20/1.6 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ നേരെ 12.5 സെക്കൻഡ് എന്ന് കിട്ടും. ഇതാണ് ആൻസർ. സോ ഓപ്ഷൻ സി ആയിരിക്കും ഓപ്ഷൻ ആയിട്ട് വരുന്നത്. A body of mass m is traveling with a velocity u. ഒരു ബോഡി ഉണ്ട്, അതിന്റെ മാസ് എന്ന് പറയുന്നത് m ആണ്. അത് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി ആണ് സ്മോൾ u. When a constant retarding force capital F is applied, ഒരു കോൺസ്റ്റന്റ് റിട്ടാർഡിംഗ് ഫോഴ്സ്, അതായത് റിട്ടാർഡേഷൻ നടക്കുന്നത് കുറഞ്ഞ ഒരു ഫോഴ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. It comes to rest after traveling a distance s1. ഒരു s1 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതിനു ശേഷം ആ ബോഡി റെസ്റ്റിലേക്ക് വരികയാണ്. അത് കഴിഞ്ഞിട്ട് if the initial velocity is 2u, ഇനി നെക്സ്റ്റ് കേസ് ആണ്. ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 2u ആണെങ്കിൽ ആദ്യത്തെ വെലോസിറ്റി u ആയിരുന്നു. ഇനി നെക്സ്റ്റ് കേസ് വരുന്നതാണ് ഇനിഷ്യൽ വെലോസിറ്റി 2u എന്ന് പറഞ്ഞ കേസ് ആണെങ്കിൽ with the same force f, ഇതേ സെയിം ഫോഴ്സ് തന്നെ, ആദ്യത്തെ സെയിം ഫോഴ്സ് തന്നെയാണ് രണ്ടാമത്തെ കേസിൽ എടുക്കുന്നത്. അതിനാണെങ്കിൽ the distance traveled before it comes to rest is s2. റെസ്റ്റിലേക്ക് വരുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്തത് s2 ആണ്. അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്ന ഏത് റിലേഷൻഷിപ്പ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ കേസ് നമുക്ക് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്, v² = u² + 2as എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ്. അതിനകത്ത് v എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, u എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി, a എന്ന് വെച്ചാൽ ആക്സിലറേഷൻ, s എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ്. സോ ഫസ്റ്റ് കേസിൽ നമ്മൾ പറയുന്നുണ്ട്, അതായത് ഏറ്റവും ആദ്യത്തെ കേസിൽ ബോഡി റെസ്റ്റിലേക്കാണ് വരുന്നത്. സോ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഇനിഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് സ്മോൾ u ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിരിക്കുന്നത് s = s1 ആണ്. എന്നിട്ട് നമുക്ക് ഇത് നേരെ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും. അതായത് ഫൈനൽ വെലോസിറ്റി v ക്ക് വരും 0² എന്ന് കൊടുക്കാം, ദാറ്റ് ഈസ് ഈക്വൽ ടു u² - 2as1. മൈനസ് വരാൻ കാരണം റിട്ടാർഡേഷൻ ആണ്. സോ ഇവിടെ നമ്മൾ ഇക്വേഷൻ എടുക്കുക, u² = 2as1. നമ്മളൊരു സെക്കൻഡ് ഇക്വേഷൻ പറഞ്ഞു കൊടുത്തു. ഇനി സെക്കൻഡ് കേസ് എടുക്കുകയാണ്. സെക്കൻഡ് കേസിൽ ഇനിഷ്യൽ വെലോസിറ്റി u ന് പകരം 2u ആയിട്ട് മാറുകയാണ്. സോ നമ്മുടെ ഇവിടുത്തെ വ്യത്യാസം വരുന്നത് u എന്ന് പറഞ്ഞ വാല്യൂ 2u ആയിട്ട് മാറും. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിരിക്കുന്നത് s2 എന്ന് പറഞ്ഞെടുക്കാം. അതേപോലെ ഈ സാധനം റെസ്റ്റിലേക്കാണ് വരുന്നത്. സോ v = 0 ആണ്. സോ നമ്മുടെ ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് വാല്യൂ വരും. ആദ്യത്തെ 0² = u ന് പകരം 2u² എന്ന് കൊടുക്കാം, -2a s1 ന് പകരം s2 ആയിട്ട് വരും. ഇത് നമുക്ക് നേരെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 4u² = 2a s2 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടും. ഇനി ഈ സെക്കൻഡും തേർഡും ഇക്വേഷൻ തമ്മിൽ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇക്വേഷൻ ആയിരിക്കും നിങ്ങളുടെ യഥാർത്ഥ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് രണ്ടും കൂടെ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും s2 = 4s1 എന്ന് കിട്ടും. ഇതാണ് ആൻസർ. സോ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തേർഡ് ക്വസ്റ്റ്യൻ. എ ബോഡി ഓഫ് മാസ് 4 kg is accelerated up by a constant force, travels a distance of 5 meter in the first second. അതായത് ഒരു ബോഡി ഉണ്ട്, അതിന്റെ മാസ് ആണ് 4 kg. അത് ആക്സിലറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് വെച്ചിട്ടാണ്. അത് ട്രാവൽ ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മീറ്റർ ആണ് ഒരു സെക്കൻഡിൽ വരുന്നത്. ഒരു സെക്കൻഡിൽ 5 മീറ്റർ ഡിസ്റ്റൻസ് ആണ് അത് ട്രാവൽ ചെയ്യുന്നത്. അതുപോലെ സെക്കൻഡ് കേസ് ആയിട്ട് പറയുന്നുണ്ട് ആൻഡ് എ ഡിസ്റ്റൻസ് ഓഫ് 2 meter in 3 seconds. അല്ലെന്നുണ്ടെങ്കിൽ തേർഡ് സെക്കൻഡിൽ അത് 2 meter ഡിസ്റ്റൻസിലാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ബോഡി, അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, 2 Newton, 4 Newton, 6 Newton, 8 Newton. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി ഇൻ n സെക്കൻഡ്, അതായത് n സെക്കൻഡ് വന്നു കഴിഞ്ഞാൽ ഏതൊരു സെക്കൻഡ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത്. അതിന്റെ ഇക്വേഷൻ ആണ് ഈ കാണുന്നത്. Sn = u + a/2 × 2n - 1. u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി ആണ്, a ആക്സിലറേഷൻ ആണ്, n എന്ന് പറയുന്നതാണ് ടൈം ആയിട്ട് എടുക്കുന്നത് ഇൻ സെക്കൻഡ്സ്, 2n - 1. ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് കേസിൽ നമ്മളൊക്കെ പറയുന്നുണ്ട് ഈ ബോഡി 5 മീറ്റർ ആണ് 1 സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്നത്. സോ നമുക്ക് s ന് പകരം ഫസ്റ്റ് കേസിൽ നമുക്ക് കൊടുക്കാം 5 അല്ലേ, is equal to u + a/2 × 2 × n ന് പകരം എത്ര കൊടുക്കാം 1 കൊടുക്കാം, 2 × 1 - 1.
therefore നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ കിട്ടും 5 is equal to u plus a by 2 എന്ന് കിട്ടും. ആ ഒരു ഇക്വേഷനെ ഞാൻ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് കൊടുക്കും. ഇനി സെക്കൻഡ് കണ്ടീഷനിൽ ഈ ബോഡി 3 സെക്കൻഡ് ആകാൻ നേരത്ത് 2 മീറ്റർ ആണ് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് സെക്കൻഡ് കണ്ടീഷൻ എടുക്കുന്നു s is equal to 2 മീറ്റർ. ഡിസ്റ്റൻസ് 2 മീറ്റർ ആണ്. അവിടുത്തെ ടൈം എന്ന് പറയുന്നത് 3 സെക്കൻഡ് ആണ്. therefore ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് വീണ്ടും എഴുതാം. ഫസ്റ്റ് ഇക്വേഷൻ is equal to എന്ത് വരും? 2 is equal to u plus a by 2 into 2 into 3 സെക്കൻഡ് ആണ് minus 1. therefore 3 into 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 minus 1 എന്ന് പറഞ്ഞാൽ 5 ആണ്. നമുക്ക് ഇവിടെ നേരെ താഴത്ത് 2 is equal to u plus 5a by 2 എന്ന് കിട്ടും. ഇനി നമ്മൾ തേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കിട്ടും. ഇനി ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് ടേം ഉണ്ട്, അതായത് u ഉണ്ട് a ഉണ്ട്. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ മൈനസ് ചെയ്താൽ മതി. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് u എന്ന് പറയുന്ന സാധനം ക്യാൻസൽ ചെയ്ത് പോകും. സോ a എന്ന് പറഞ്ഞ വാല്യൂ നിങ്ങൾക്ക് -6/4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അന്നേരം ഇതിനകത്ത് ഈ -6/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈനസ് എന്ന് പറഞ്ഞ വാല്യൂ റിട്ടാർഡേഷൻ ആണ്, അതായത് ബോഡി എന്ന് പറഞ്ഞാൽ റിട്ടാർഡ് ചെയ്യുകയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ കണ്ടുപിടിക്കുന്നത് ഫോഴ്സ് എന്തുവാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഫോഴ്സിന്റെ ഇക്വേഷൻ ഉണ്ട് F is equal to ma ആണ് ഫോഴ്സ്. ഇവിടെ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. മാസ് എന്ന് പറയുന്നത് 4 kg എന്ന് പറയുന്നുണ്ട്. എ ബോഡി ഓഫ് മാസ് 4 kg. സോ ഫോഴ്സ് കണ്ടുപിടിക്കുന്നത് m into a ആണ്. നമ്മുടെ നേരെ മാസ് എടുക്കുക. മാസ് 4 ആണ്. ആക്സിലറേഷൻ 6/4 ആണ്. therefore 4 into 6/4 is equal to 6 Newton. 6 Newton ആണ് നമ്മുടെ ഫോഴ്സ്. Fourth question. A player caught a cricket ball of mass 150 gram moving at the rate of 20 meter per second. അതായത് ഒരു പ്ലെയർ, ക്രിക്കറ്റ് കളിക്കുന്ന ഒരു പ്ലെയർ ഒരു ബോൾ 20 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുന്ന ബോൾ, അതിന്റെ വെയിറ്റ് ആണ് 150 gram. അത് പ്ലെയർ കോട്ട് ചെയ്തു, അത് പിടിച്ചു. If the catching process be completed by 0.1 second, ഈ catching process എന്ന് പറഞ്ഞാൽ 0.1 സെക്കൻഡിലാണ് കഴിയുന്നതെന്നുണ്ടെങ്കിൽ, അതായത് 0.1 സെക്കൻഡിൽ അയാൾ പിടിക്കുകയാണെങ്കിൽ the force of the blow exerted by the ball on the hands of the player is, അതായത് ഈ പ്ലെയറുടെ കയ്യിലേക്ക് ഈ ബോൾ വരാൻ നേരത്ത് എത്രത്തോളം ഫോഴ്സ് ആണ് കയ്യിലേക്ക് വന്ന് എക്സെർട്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് ഓപ്ഷൻസ് നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് 0.3 ന്യൂട്ടൺ, സെക്കൻഡ് 30 ന്യൂട്ടൺ, തേർഡ് 300 ന്യൂട്ടൺ, ഫോർത്ത് ഈസ് 3000 ന്യൂട്ടൺ. അതായത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ തന്നിരിക്കുന്ന ഡേറ്റാസ് ആദ്യം നമ്മൾ നോക്കുക. ഫസ്റ്റ് മാസ് എന്ന് പറയുന്നത് 150 gram ആണ്. അത് മൂവ് ചെയ്യുന്ന ഇനിഷ്യൽ സ്പീഡ് എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനിഷ്യൽ സ്പീഡ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് u ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫൈനൽ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൈയിലേക്ക് വന്ന് അത് റെസ്റ്റിലേക്കാണ് പോകുന്നത്. അതായത് v എന്തായിരിക്കും? 0 ആയിട്ടായിരിക്കും പോകുന്നത്. നമ്മുടെ ഇക്വേഷൻ ഇവിടെ നമ്മൾ എടുക്കുന്നത് F is equal to ഫോഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ഫോഴ്സിന്റെ ഇക്വേഷൻ മാസ് ഇൻടു ആക്സിലറേഷൻ ആണ് സത്യത്തിൽ ഫോഴ്സിന്റെ ഇക്വേഷൻ. F is equal to m into a ആണ് നമ്മുടെ ഇക്വേഷൻ. അല്ലെന്നുണ്ടെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ചിട്ട് നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞായിരുന്നു. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഈക്വൽ ടു ഫോഴ്സ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഈക്വൽ ടു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F is equal to dp/dt ആയിരുന്നു ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ചിട്ട് നമ്മൾ പഠിച്ചത്. അല്ല p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റം ആണ്. അതായത് p can be represented by m into v എന്ന് കൊടുക്കാം. മാസ് ഇൻടു വെലോസിറ്റി ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dp/dt ആണ്. അന്നേരം ചേഞ്ച് ഇൻ മൊമെന്റത്തിന് നമുക്ക് ഇങ്ങനെ കൊടുക്കാം mu minus mv. അതായത് ഫസ്റ്റ് ഒരു വെലോസിറ്റി കാണും, ലാസ്റ്റ് ഒരു വെലോസിറ്റി കാണും. അന്നേരം ഈ രണ്ട് വെലോസിറ്റി വെച്ചിട്ട് mu minus mv എന്ന് നമുക്ക് ചേഞ്ച് ഇൻ മൊമെന്റം കൊടുക്കാം. ഇത് നേരെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F is equal to dp/dt ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ m into u minus m into v divided by t എന്ന് കൊടുക്കാം. That is F is equal to m കോമൺ എടുത്തു കഴിഞ്ഞാൽ m into u minus v divided by t. ഈ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഈ ഇക്വേഷനിലേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂസ് നമുക്കുണ്ട്. ഫസ്റ്റ് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? ഇനിഷ്യൽ വെലോസിറ്റി ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ ഫൈനൽ വെലോസിറ്റി കയ്യിലേക്ക് വന്നിരിക്കുകയാണ് ബോൾ, അല്ലെ? റെസ്റ്റിലേക്ക് പോയി, അത് എത്രയാണ്? 0 ആണ് ഫൈനൽ വെലോസിറ്റി ആയിട്ട് വരുന്നത്. നമ്മുടെ മാസ് തന്നിട്ടുണ്ട്. മാസ് എന്ന് പറയുന്നത് 150 gram ആണ് തന്നേക്കുന്നത്. നമ്മൾ ഏതാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F is equal to m into u minus v by t. m ന്റെ വാല്യൂ 150 into 10 raised to minus 3 into എത്ര വരും? u യുടെ വാല്യൂ ആണ് 20, v യുടെ വാല്യൂ 0 ആണ്. ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ടൈം ഈസ് എത്ര സെക്കൻഡ് ആണ്? 0.1 സെക്കൻഡ് ആണ്. സോ 0.1 കൊടുക്കുക. നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ 30 ന്യൂട്ടൺ എന്ന് കിട്ടും. അത് നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ ആണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. എ ബോഡി ഓഫ് മാസ് 10 kg ഈസ് ആക്റ്റഡ് അപ്പ് ബൈ 2 ഫോഴ്സസ് ഈച്ച് ഓഫ് മാഗ്നിറ്റ്യൂഡ് 10 ന്യൂട്ടൺ making an angle of 60 degree with each other. Find the net acceleration of the body. അതായത് ഒരു ബോഡി ഉണ്ട്, അതിന്റെ മാസ് ആണ് 10 കിലോഗ്രാം. അതിനകത്ത് രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ രണ്ട് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 10 ന്യൂട്ടൺ ആണ്, സെയിം ആണ്. അതായത് ഈ രണ്ട് ഫോഴ്സും ആക്ട് ചെയ്യുന്നത് ഒരു ആംഗിൾ ആണ്. ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. ഇതിൽ രണ്ട് നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ നെറ്റ് ആക്സലറേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ബോഡിയുടെ.
അതിനകത്ത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് 2√3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, സെക്കൻഡ് ആണ് √3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, തേർഡ് ഓപ്ഷൻ 3√3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഫോർത്ത് ഓപ്ഷൻ ഈസ് 4√3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് F is equal to root of f1 square plus f2 square plus 2f1 f2 cos theta. അതായത് പാരലോഗ്രാം ലോ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ്. അതായത് രണ്ട് ഫോഴ്സ് ഉണ്ടെങ്കിൽ f1 ഒരു ഫോഴ്സ് ആണ്, അതേപോലെ f2 എന്ന് പറയുന്ന അടുത്ത ഫോഴ്സ് ആണെങ്കിൽ റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്നത്, അതായത് f1 f2 മേക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ റിസൾട്ടന്റ് ക്യാപിറ്റൽ F നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ F ആണ് റിസൾട്ടന്റ് ഫോഴ്സ്. ഈ റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് F is equal to root of f1 square plus f2 square plus 2f1 f2 cos theta. അതിന് നമ്മൾ തന്നേക്കുന്ന വാല്യൂസ് ഒക്കെ നോക്കാം. അതായത് തന്നേക്കുന്നതാണ് മാസ് 10 kg, അതേപോലെ ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് ഫോഴ്സും ഈക്വൽ ആണ്, സോ 10 ന്യൂട്ടൺ. തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നതാണ് തീറ്റ 60 ഡിഗ്രി. നേരെ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. f1 ന് വരെ 10 കൊടുക്കുക, f2 ന് വരെ 10 കൊടുക്കുക, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാല്യൂ കിട്ടും 10√3 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇതായിരിക്കും നിങ്ങളുടെ റിസൾട്ടന്റ് ഫോഴ്സ് ആയിട്ട് കിട്ടുന്നത്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആക്സലറേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. സോ നമ്മുടെ ഇക്വേഷൻ F is equal to ma ആണ് നമ്മുടെ ഫോഴ്സിന്റെ ഇക്വേഷൻ. F is equal to ma. അന്നേരം a കണ്ടുപിടിക്കണമെങ്കിൽ F/m എടുത്താൽ മതി. F ന്റെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 10√3 ആണ്. റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 10√3 ആണ്. ഡിവൈഡ് ബൈ മാസ് കൊടുക്കുക, 10 കൊടുക്കുക, നേരെ വാല്യൂ കിട്ടും √3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓപ്ഷൻ ആയിട്ട് വരുന്നത് ബി ആണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ്. The position time graph of a particle of mass 4 kg is shown in figure. അതായത് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതാണ് പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ഇത് കാണിച്ചിരിക്കുന്നത് എസ് ആണ്, ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഇവിടെ കാണിച്ചിരിക്കുന്നത് ടി ആണ്, ടൈം സെക്കൻഡ്സ്. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് ഇതിനകത്ത്. കാൽക്കുലേറ്റ് ഇമ്പൾസ് ഇൻ MKS യൂണിറ്റ്. അതായത് ഇമ്പൾസ് കണ്ടുപിടിക്കണം, MKS യൂണിറ്റ് ആണ്. At time t is equal to 0 and time t is equal to 6 seconds. ടൈം 0 ആകുന്ന സമയത്തും ടൈം 6 സെക്കൻഡ് ആകുന്ന സമയത്തും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒറിജിൻ അല്ലെങ്കിൽ 0 പൊസിഷനിൽ നമുക്കുള്ള എസിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഈ പോയിന്റ് എന്ന് പറയുന്നത് 0 ആണ്, സോ എസിന്റെ വാല്യൂ 0 ആണ്. അതേപോലെ തന്നെ 6 സെക്കൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എസിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നേരെ ഇവിടെ നമ്മൾ എടുത്താൽ മതി, ഇതാണ് പോയിന്റ്. ഈ പോയിന്റ് കറസ്പോണ്ടിങ് വരുന്ന എസിന്റെ വാല്യൂ 5 ആണ്. സോ ഇതിനകത്ത് ആൻസർ ആയിട്ട് എഴുതുമ്പോൾ ഫസ്റ്റിലെ നമ്മൾ 0 t is equal to 6 സെക്കൻഡും ഉണ്ട്, t is equal to 0 സെക്കൻഡും ഉണ്ട്. t is equal to 6 സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഉണ്ട്, v is equal to s/t, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ആദ്യം 6 സെക്കൻഡിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും 5 ആണ്. ടൈം എന്ന് പറയുന്നത് 6 ആയതുകൊണ്ട് നമുക്ക് 5/6 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കൊടുക്കാം. അതേപോലെ ടൈം t is equal to 0 എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാണാം ടൈം t is equal to 0 എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഡിസ്റ്റൻസ് ഇല്ല, 0 ആണ്. സോ 0/0 അല്ലെന്നുണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് v is equal to 0 എന്ന് പറഞ്ഞ് കിട്ടും. സോ ഈ രണ്ട് വാല്യൂസ് വെച്ചിട്ട് നമുക്ക് ഇമ്പൾസ് കണ്ടുപിടിക്കാം. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ വെച്ചിട്ട് ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. സോ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞ ഇക്വേഷൻ mv - mu ആണ്. അതേപോലെ m ന്റെ വാല്യൂ നമുക്ക് 4 kg എന്ന് തന്നിട്ടുണ്ട്. സോ m ന്റെ വാല്യൂ 4 കൊടുക്കുക. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് v ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 6 സെക്കൻഡിലെ വെലോസിറ്റി ആണ് ഫൈനൽ വെലോസിറ്റി. സോ 5/6 എന്ന് കൊടുക്കുക. -4 ഇൻറ്റു ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 0 ആണ്. സോ 4 × 0 കൊടുക്കുക. നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കിട്ടാൻ നേരത്ത് 3.33 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. ഇവിടെ ഓപ്ഷൻസ് പലതും ഉണ്ടായിരുന്നു. ഈ ഓപ്ഷനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 3.33 എന്ന് പറഞ്ഞ വാല്യൂ വരുന്നതാണ് ഇമ്പൾസ് ആയിട്ട് എടുക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. A cricket ball of mass 0.25 kg with speed 10 meter per second collides with a bat and returns with speed within 0.01 second. The force acted on the bat is, അതായത് ഒരു ക്രിക്കറ്റ് ബോൾ ഉണ്ട്, അതിന്റെ മാസ് ആണ് 0.25 kg ആണ്. അത് ഏകദേശം എറിയുന്നത് ഒരു 10 മീറ്റർ പെർ സെക്കൻഡിലാണ് അതിന്റെ സ്പീഡ് പോകുന്നത്. നേരെ ചെന്ന് ഒരു ബാറ്റിലേക്ക് ഹിറ്റ് ചെയ്യാണ്. തട്ടുമ്പോൾ ആ ബാറ്റിൽ നിന്ന് തിരിച്ച് അതേ സ്പീഡിൽ തന്നെ തിരിച്ചു പോവുകയാണ്. അതായത് ഹിറ്റ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 0.01 സെക്കൻഡ് ആണ്. അതിനാണെങ്കിൽ ഫോഴ്സ് ആക്റ്റഡ് ഓൺ ബാറ്റ്, ആ ബാറ്റിൽ ഉണ്ടായിരിക്കുന്ന ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻ. ഫസ്റ്റ് ഓപ്ഷൻ 25 ന്യൂട്ടൺ, സെക്കൻഡ് ഓപ്ഷൻ 50 ന്യൂട്ടൺ, തേർഡ് ഓപ്ഷൻ 250 ന്യൂട്ടൺ, ഫോർത്ത് ഓപ്ഷൻ ഈസ് 500 ന്യൂട്ടൺ. അതായത് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ന്യൂട്ടൺ സെക്കൻഡ് ലോ ആയിട്ടുള്ള ഫോഴ്സ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ബോൾ വന്ന് ഹിറ്റ് ചെയ്യുന്ന ഒരു വെലോസിറ്റി ഉണ്ട്, അതേ സെയിം സ്പീഡിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത്, ഹിറ്റ് ചെയ്തിട്ട് പോകുന്നത്.
നമ്മളിവിടെ എടുക്കുന്നത് ഡെൽറ്റ പി ചേഞ്ച് ഇൻ വെലോസിറ്റി മൊമെന്റം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 5 kg/m/s എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മുടെ ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ചിട്ട് എഫ് ഫോഴ്സ് കണ്ടുപിടിക്കാം. ഫോഴ്സ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ്, ദാറ്റ് ഈസ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആണ്. നമുക്കുള്ള ടൈം 0.01 സെക്കൻഡ് ആണ്. സോ ഡെൽറ്റ പിയുടെ വാല്യൂ കൊടുക്കുക 5/0.01 ദാറ്റ് ഈസ് ഈക്വൽ ടു 500 ന്യൂട്ടൺ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ് ഓപ്ഷൻ. ഇതാണ് 8th ക്വസ്റ്റ്യൻ. A satellite in force-free space sweeps stationary interplanetary disk at a rate dm/dt is equal to alpha into v. അതായത് ഒരു സാറ്റലൈറ്റ് ഉണ്ട്, അതിനകത്ത് സ്പേസിൽ സ്വീപ്പ് ചെയ്യുന്ന ഒരു റേറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്, ഡെസ്ക് സ്വീപ്പ് ചെയ്യുന്നത്. dm/dt is equal to alpha into v. Where m is the mass, m എന്ന് പറയുന്ന മാസ് ആണ്, v എന്ന് പറയുന്ന വെലോസിറ്റി ഓഫ് ദ സാറ്റലൈറ്റ് ആണ്. ഇവിടെ ആൽഫ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, ആൽഫ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഡീസലറേഷൻ ഓഫ് ദി സാറ്റലൈറ്റ്, സാറ്റലൈറ്റിന്റെ ഡീസലറേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് -2 alpha v square by m, സെക്കൻഡ് ഓപ്ഷൻ ആണ് -alpha v square by m, തേർഡ് ഓപ്ഷൻ ആണ് -alpha v square, ഫോർത്ത് ഓപ്ഷൻ ഈസ് alpha v square by m. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് F is equal to dp by dt, ദാറ്റ് ഈസ് ഫോഴ്സ് is equal to rate of change of momentum ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട് dm/dt is equal to alpha v എന്ന് പറഞ്ഞൊരു ടേം തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് അറ്റ് ലാസ്റ്റ് വരുന്നത്. ഇതിനകത്തേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് F is equal to dp by dt എടുക്കാം. p എന്ന് പറഞ്ഞാൽ മൊമെന്റം ആണ്, മൊമെന്റത്തിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം, p is equal to mv എന്ന് കൊടുക്കാം, മാസ് ഇൻടു വെലോസിറ്റി എന്ന് കൊടുക്കാം. സോ മാസ് ഇൻടു വെലോസിറ്റി കൊടുത്തു, m എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് പുറത്തെടുക്കാം. വെലോസിറ്റി എന്ന് പറയുന്നത് പുറത്തെടുത്തു കഴിഞ്ഞാൽ dm/dt എന്ന് കൊടുക്കാം. സോ v into dm/dt നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂ ആൽഫ ഇൻടു v ആണ്. ഇതിനകത്തേക്ക് എന്ത് കൊടുക്കുക, dm/dt ക്ക് പകരം ആൽഫ v കൊടുക്കുക. സോ ആൽഫ v സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടും. ഫോഴ്സിന്റെ വാല്യൂ ആൽഫ v സ്ക്വയർ എന്ന് പറഞ്ഞാൽ കിട്ടും. ഇനി ഫോഴ്സ് കണ്ടുപിടിച്ചു. ഫോഴ്സ് കഴിഞ്ഞാൽ ഇനി ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡീസലറേഷൻ ആണ്. ഡീസലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, F is equal to ma ആണ് നമ്മുടെ ഇക്വേഷൻ. അതിനകത്ത് a യുടെ വാല്യൂ f/m ആണ്, f ന്റെ വാല്യൂ ആൽഫ v സ്ക്വയർ ആണ്, ഡിവൈഡ് ബൈ m കൊടുക്കുക. നേരെ കിട്ടിക്കഴിഞ്ഞാൽ ആൽഫ v സ്ക്വയർ ബൈ m എന്ന് കിട്ടും. നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഡി ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് 9th ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9th ക്വസ്റ്റ്യനിൽ പറയുന്നതാണ് a man of 50 kg is standing at one end on a boat of length 25 meter. അതായത് ഒരു മനുഷ്യനുണ്ട്, ആ വ്യക്തി 50 കിലോഗ്രാം ആണ് അപ്പുള്ളിയുടെ വെയിറ്റ് എന്ന് പറയുന്നത്. ഒരു ബോട്ട് ഉണ്ട്, ആ ബോട്ടിന്റെ ലെങ്ത് 25 മീറ്റർ ആണ്. അതിന്റെ ഒരു അറ്റത്തായിട്ട് ഒരു മനുഷ്യൻ നിൽപ്പുണ്ട്, 50 കിലോഗ്രാം വെയിറ്റ് ഉള്ള. ആൻഡ് മാസ് 200 kg. ഈ ബോട്ടിന്റെ മാസം എന്ന് പറയുന്നത് 200 kg ആണെന്ന് പറയുന്നുണ്ട്. ഇനി if he starts running and when he reaches the other end, ഈ മനുഷ്യൻ ഇവിടെ നിന്ന് ഓടിയിട്ട് അപ്പുറത്തെ എൻഡിലേക്ക് വരികയാണെന്ന് വിചാരിക്കുക. അതാണ് he has a velocity 2 meter per second. ഈ വ്യക്തിക്കുള്ള വെലോസിറ്റി ആണ് 2 meter per second ആണ്. The final velocity of boat in meter per second. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബോട്ടിന്റെ ഫൈനൽ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് ഒരു മനുഷ്യനുണ്ട്, 50 കിലോഗ്രാം വെയിറ്റ് ഉള്ള പുള്ളി ഒരു ബോട്ട് 25 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ബോട്ട് ഒരറ്റത്ത് നിൽക്കുകയാണ്. ആ ബോട്ടിന്റെ വെയിറ്റ് നമുക്ക് 200 kg തന്നിട്ടുണ്ട്. അതുപോലെ ഈ പുള്ളി അപ്പുറത്തെ എൻഡിലേക്ക് ഓടുന്നത് 2 meter per second വെലോസിറ്റിയിലാണെങ്കിൽ ഈ ബോട്ടിന്റെ വെലോസിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതിനകത്ത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് എ ഓപ്ഷൻ എന്ന് പറയുന്നത് 2/5, ബി എന്ന് പറയുന്നത് 2/3, സി എന്ന് പറയുന്നത് 8/5 ആൻഡ് ഡി ഈസ് 8/3 ആണ്. ഇനി ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റം ബിഫോർ ഈസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ. അതായത് m1u1 ആണ് മൊമെന്റം പ്ലസ് m2u2 സെക്കൻഡ് മൊമെന്റം ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം ആണ് m1v1 പ്ലസ് m2v2. ഇവിടെ ഞാൻ എടുക്കുകയാണ് ഈ വെലോസിറ്റി ഓഫ് ബോട്ടിനെ ഞാൻ സ്മോൾ v എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണ്. സ്മോൾ v is the velocity of boat. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഇക്വേഷൻ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റിലത്തത് m1 ആയിട്ട് എടുക്കുന്നത്. m1 എന്ന് പറയുന്നത് ലീനിയർ മൊമെന്റം വെച്ചിട്ട് നമ്മുടെ ഇക്വേഷൻ വരുന്നത് m1v1 പ്ലസ് m2u2 is equal to m1v1 പ്ലസ് m2v2. ഫസ്റ്റ് m1 ആയിട്ട് നമ്മൾ എടുക്കുന്നത് വെയിറ്റ് ഓഫ് ബോട്ട് പ്ലസ് വെയിറ്റ് ഓഫ് മാൻ. അതായത് ആദ്യത്തെ കേസിൽ ഈ വ്യക്തി ഇവിടെ നിൽക്കുകയാണ് ഒരറ്റത്ത്. അന്നേരം അപ്പോഴുള്ള വെയിറ്റ് എന്ന് പറയുന്നത് ആ ബോട്ടിന്റെയും ആ വ്യക്തിയുടെയും കൂടെ ആയിട്ടുള്ള വെയിറ്റ് ആണ്. 200 പ്ലസ് 50 ആയിരിക്കും അവിടുത്തെ വെയിറ്റ് വരുന്നത്. That is 250. ഇനി m2 എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് വെയിറ്റ് ഓഫ് മാൻ ആണ്. അതായത് ആ വ്യക്തിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 50 ആണ്, 50 കിലോഗ്രാം. സോ നമ്മുടെ ഇക്വേഷൻ കൊടുക്കുന്നത് ഏറ്റവും ആദ്യത്തെ കേസിൽ മൊമെന്റം ബിഫോർ കൺസർവേഷൻ ഈസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൺസർവേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ബിഫോർ കൺസർവേഷനിൽ
ഈ ബോട്ടും ഈ വ്യക്തിയുടെയും കൂടെയുള്ള വെയിറ്റ്, അതായത് M1, അതായത് ബോട്ടിന്റെ വെയിറ്റ് 200 പ്ലസ് 50 250 ഇൻറ്റു ബോട്ട് അപ്പം മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് V ആയിട്ട് എടുക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ ഇവിടെ പറയുന്നുണ്ട് ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഓടുന്നത് ഒരു 2 മീറ്റർ പെർ സെക്കൻഡിലാണ് അപ്പുറത്തെ അറ്റത്തേക്ക് ഓടുന്നത്. നമുക്ക് എടുക്കാം 50 × 2 എന്ന് പറഞ്ഞെടുക്കാം. 50 × 2 ആണ് മൊമെന്റം ബിഫോർ കൺസർവേഷൻ. ഇനി ഇത് എത്തിക്കഴിഞ്ഞെന്ന് വിചാരിക്കുക, ഈ പുള്ളി ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോട്ടിന്റെ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. ഈ പുള്ളി ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. സോ നമുക്ക് 50 × അടുത്ത വെലോസിറ്റി പുള്ളിയുടെ എടുത്തു കഴിഞ്ഞാൽ 0 ആയിട്ട് എടുക്കാം. സോ M2 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബോട്ടിന്റെ എടുത്തു കഴിഞ്ഞാൽ ബോട്ടിന്റെ വെലോസിറ്റിയും പിന്നെ അവിടെ വരുന്നത് 200 × 0 ആണ് വരുന്നത്. സോ നമ്മുടെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ 250 × V പ്ലസ് 50 × 2 എന്ന് പറയുന്നത് 100 ആണ്. പുറത്തേക്ക് കൊടുക്കുമ്പോൾ -100 ആയിട്ട് വരും. വിയുടെ വെലോസിറ്റി V എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ -100 / 250 2/5 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. സോ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്, അതായത് കുറച്ച് ഒരു 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് when jumping from some height you should bend your knees as you come to rest. അതായത് ഏതെങ്കിലും ഒരു certain ഹൈറ്റിൽ നിന്ന് നിങ്ങൾ ചാടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലാൻഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ നീസ് എന്ന് പറയുന്നത് ബെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് കീപ്പിംഗ് യുവർ ലെഗ് സ്റ്റിഫ്, അതായത് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലെഗ് ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്നതിന് പകരം ആ സാധനം എന്ത് ചെയ്യും, നിങ്ങൾ നീ എന്ന് പറയുന്നത് ബെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ which of the following relations can be useful in explaining the statement? ഈ താഴെ പറയുന്ന ഏത് റിലേഷൻ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ΔP1 = -ΔP2, അതായത് ഫസ്റ്റ് മൊമെന്റം മൈനസ് ഓഫ് സെക്കൻഡ് മൊമെന്റം. ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ആദ്യം നമ്മൾ ചാടുന്നു, സെക്കൻഡ് വരാൻ നേരത്ത് മൊമെന്റം നെഗറ്റീവ് ആകണമെന്നൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ സെയിം മൊമെന്റം വരാം, ഡിഫറൻറ്റ് വരാം. നെഗറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി അതേപോലെ സെക്കൻഡ് കേസ് ആണ് ΔE = 0, അതായത് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ആണ്. ടോട്ടൽ എനർജി 0 ആണെന്നാണ് പറയുന്നത്. ടോട്ടൽ എനർജി 0 അല്ല, ഒരു എനർജി ഉണ്ടാകും ചാടുമ്പോഴും അതേപോലെ ലാൻഡ് ചെയ്യാൻ തരുന്നു. ഇനി തേർഡ് ആയിട്ട് പറയുന്നതാണ് F × ΔT = M × ΔV, അതായത് ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. F × ΔT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പൾസ് ആണ്, M × ΔV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റം ആണ്. സോ നമ്മൾ അത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം, ഇവിടെ F × ΔT = M × ΔV ആണ്. നമുക്ക് F നെ നമുക്ക് M × ΔV/ΔT എന്ന് എഴുതാം. സോ നിങ്ങൾ ഉദാഹരണത്തിന് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ചാടി കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുന്നു, റെസ്റ്റിൽ നിൽക്കാൻ നേരത്ത് നിങ്ങളുടെ ഇപ്പം മുട്ട എന്ന് പറയുന്നത് സ്റ്റിഫ് ആയിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ടൈം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പക്ഷെ അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് വളരെ കൂടുതലായിരിക്കും. മനസ്സിലായോ? അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ F എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ടൈം ആണ്, അല്ലെങ്കിൽ ടൈം ആണ്. സോ ടൈം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കൂടും. അതായത് നിങ്ങളൊന്ന് ചാടി നിൽക്കാൻ നേരത്ത് സ്റ്റിഫ് ആയിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ടൈം കുറവാണ്. അതായത് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലുള്ള ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബെൻഡ് ചെയ്താണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക, വന്ന് നിൽക്കുന്ന റെസ്റ്റിലേക്ക് ബെൻഡ് ചെയ്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ടൈം പയ്യെ കൂടും. ടൈം എന്ന് പറഞ്ഞാൽ കൂടുകയാണ് ചെയ്യുന്നത്, അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കുറയും. അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ടൈം കൂടിക്കഴിഞ്ഞാൽ ഫോഴ്സ് എന്ന് പറയുന്നത് കുറയും. ടൈം കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് നിൽക്കുന്നത് ബെൻഡ് ചെയ്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ നീസ് ബെൻഡ് ചെയ്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഫോഴ്സ് അവിടുത്തെ കുറവായിരിക്കും, സേഫ് ലാൻഡിങ് ആയിരിക്കും. പക്ഷേ ടൈം എന്ന് പറയുന്നത് കുറവാന്ന് വിചാരിക്കുക, അതായത് പെട്ടെന്ന് ഒന്ന് സ്റ്റിഫ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനകത്തുണ്ടാകുന്ന ഫോഴ്സ് കൂടുതലായിരിക്കും. സോ സേഫ് ആയിട്ടുള്ള ലാൻഡിങ് ആയിരിക്കത്തില്ല, ഇവിടെ പാർട്സിന് എന്തെങ്കിലും ഒരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാവും. സോ ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് ഏകദേശം ഇതുമായിട്ട് വരുന്നത്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ കൂടെ നോക്കാം, ΔX ∝ ΔF, അതായത് നിങ്ങൾ വരുന്ന ഡിസ്റ്റൻസ് ആണ് X എന്ന് ഉദ്ദേശിക്കുന്നത്. അതേപോലെ F എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഫോഴ്സ് ആണ്, അതായത് ഫോഴ്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെ നിർണ്ണയിക്കുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. ആ ഒരു ഓപ്ഷൻ യുക്തിപരമല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു ഓപ്ഷനും വിടാം. സോ ഇതിനകത്ത് നാലെണ്ണത്തിൽ വരുന്ന ഓപ്ഷനിൽ മെയിൻ ആയിട്ടുള്ള കറക്റ്റ് ഓപ്ഷൻ നമുക്ക് തേർഡ് ഓപ്ഷൻ ആയിട്ട് എടുക്കാം. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്, F × ΔT = M × ΔV. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് C ആണ് ഓപ്ഷൻ.